വന്നു ചേരുന്നത് ദുഃഖമാണെങ്കിൽ ആ ദുഃഖത്തിൽ ദുഃഖിച്ച് നശിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തളരാതിരിക്കാൻ ഇതെല്ലാം ഇങ്ങനെ വന്നു ചേരുന്നത് പ്രാരബ്ധത്തിനനുസരിച്ചാണെന്നും അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് സന്തോഷിക്കുകയും വേണ്ട, കൂടുതലായിട്ട് ദുഃഖിക്കുകയും വേണ്ട എന്നുള്ള ഭാവത്തോടുകൂടി ഒരു നിസ്സംഗാവസ്ഥയിൽ ഇതിൽ സംഘമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുകയും എന്നാൽ വ്യവഹാരത്തിലെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കുവാനുമുള്ള കൗശലം, യോഗ കർമ്മസു കൗശലം എന്ന് ഗീതയിൽ പറയും. ഇതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർമ്മത്തിലുള്ള കൗശലം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഈശ്വര സമർപ്പിതമായിട്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നു. ഒരു കുടുംബത്തിൽ അച്ഛൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുന്നു ഈശ്വര സമർപ്പണ ഭാവത്തിൽ. അമ്മയുടെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുന്നു, ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുന്നു, ഭാര്യയുടെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുന്നു, സഹോദരൻ്റെ ഉത്തരവാദിത്വം, സഹോദരിയുടെ ഉത്തരവാദിത്വം, ഇതെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അതെല്ലാം ഈശ്വര സമർപ്പണം എന്ന ഭാവത്തോടുകൂടി നിരന്തരമായ ഒരു പ്രയത്നത്തിലൂടെ ആ ഭാവത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നിസ്സംഗഭാവം വരികയും പിന്നെ എന്ത് തന്നെ വന്നാലും നമ്മൾ തളരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും.